ഈ തൃശ്ശൂർ പൂരത്തിനുള്ള ആന എഴുന്നള്ളിപ്പിൽ ഇടപെട്ട് ഹൈക്കോടതി കേട്ടോ. മതപ്പാടും ആരോഗ്യ പ്രശ്നങ്ങളുമുള്ള ആനകളെ അനുവദിക്കാനാവില്ല എന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. എഴുന്നള്ളിക്കുന്ന മുഴുവൻ ആനകളുടെ പട്ടികയും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും ഹാജരാക്കാൻ വനം വകുപ്പിന് നിർദ്ദേശം നൽകി. വിവരങ്ങളുമായി പ്രദീപ് ജോസഫ് ചേരുന്നു. പ്രദീപ് ജോസഫ്, മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി വളരെ ശക്തമായൊരു ഇടപെടലാണ് അധികൃതരുടെ കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഇക്കാര്യത്തിൽ വളരെ ശ്രദ്ധയോടുകൂടി തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്താൽ ഈ ചൂട് സമയത്ത് മൃഗങ്ങൾക്കുണ്ടാകുന്ന അസ്വസ്ഥതകൾ അതുമൂലം എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്ന ആശങ്ക ഇതിൽ നിന്നൊക്കെ നമുക്ക് മാറി നിൽക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കാം, അല്ലേ? നടത്തിപ്പിൽ ആനകളെ ഉപയോഗിക്കുന്നത് സംബന്ധിച്ചാണ് ഹൈക്കോടതി ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത് അല്ലെങ്കിൽ ഇടപെടൽ നടത്തിയിരിക്കുന്നത്. മതപ്പാടും ആരോഗ്യ പ്രശ്നങ്ങളുമുള്ള ആനകളെ പൂരത്തിന് അനുവദിക്കാനാകില്ല എന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നു. മാത്രവുമല്ല, എഴുന്നള്ളിക്കുന്ന മുഴുവൻ ആനകളുടെ പട്ടികയും ഇവയുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും ഹാജരാക്കണമെന്ന് വനം വകുപ്പിനോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. അനിഷ്ട സംഭവങ്ങളൊക്കെ ഒഴിവാക്കാനുള്ള നടപടികളുടെ ഭാഗമായാണ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനം. എന്തൊക്കെ തരത്തിലാണ് ആനകളെ എഴുന്നള്ളിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ സംബന്ധിച്ച് ചൊവ്വാഴ്ച ഹൈക്കോടതിക്ക് റിപ്പോർട്ട് നൽകുകയും വേണം. മാത്രമല്ല, പൂരത്തിന് എഴുന്നള്ളിക്കുന്ന ഈ ആനകളെ ഹൈക്കോടതി നിയോഗിച്ചിരിക്കുന്ന അമിക്കസ് ക്യൂറി പരിശോധിച്ച് റിപ്പോർട്ട് നൽകണം. ആനപ്രേമികളുടെ ഹരമായ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ പങ്കെടുപ്പിക്കുന്ന കാര്യത്തിൽ ഇതിനൊക്കെ ശേഷം 17-ാം തീയതി മാത്രമേ തീരുമാനം ഉണ്ടാവുകയുള്ളൂ. ഇത് സംബന്ധിച്ച് വിവിധ ഹർജികൾ ഹൈക്കോടതിക്ക് മുന്നിലുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ചൂടുകാലമാണ്, ഏറെ ആൾക്കൂട്ടം ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ്. ഇത്തരം സ്ഥലങ്ങളിൽ ഈ ഒരു കാലാവസ്ഥയിൽ ആനകളെ ഉപയോഗിക്കുമ്പോൾ കർശനമായ നിയന്ത്രണങ്ങൾ വേണം, വ്യക്തമായ കാഴ്ചപ്പാടുകൾ വേണം തുടങ്ങിയ കാര്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് നിരവധി ഹർജികളാണ് ഉണ്ടായിരുന്നത്. ഈ ഹർജികളെല്ലാം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഹൈക്കോടതി പരിഗണിക്കുന്നുണ്ടായിരുന്നു. ഇവയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരം ഒരു നിലപാട് ഹൈക്കോടതി സ്വീകരിച്ചിരിക്കുന്നത്. ഏതായാലും കോടതിയുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. ഇക്കാര്യത്തിൽ ചൂടുകാലമാണ്, ചൂട് വളരെ പതിവിലേറെ കൂടുതലാണ്. അതുകൊണ്ടൊക്കെ തന്നെ ആനകളുടെ കാര്യത്തിൽ ചില അസ്വസ്ഥതകളോ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയൊക്കെ കണക്കിലെടുത്താണ് കോടതി ഇത്തരത്തിലൊരു ഇടപെടൽ നടത്തിയിരിക്കുന്നത്.